ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് അമേരിക്കയിൽ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്നും ട്രംപ് പ്രതീക്ഷിക്കുന്നത് റെയർ എർത്ത് എലമെന്റ്സ് ആണെന്നുള്ളത് വളരെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു. ഓസ്ട്രേലിയ ആണെങ്കിൽ ഏഷ്യൻ സൈഡിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയെക്കുറിച്ചൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസിനുള്ളത്. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗൈ ലാവ്റോ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതായത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ എണ്ണ വ്യാപാരത്തിൽ അത്ര വലിയ രീതിയിൽ കുറവൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പറയുന്നുണ്ട് രേഖകൾ പ്രകാരം ഇന്ത്യ കൂടുതലായിട്ടുള്ള എണ്ണയാണ് നമ്മുടെ അടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയും കൂടി പുള്ളി പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ട്രംപിനെ ഡയറക്റ്റായിട്ട് കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ റഷ്യ. ഈ സ്റ്റേറ്റ്മെന്റും കൂടി കേട്ടപാടെ ട്രംപ് ഭയങ്കര ദേഷ്യത്തിലാണ് ഇന്ത്യക്ക് മേളിൽ. എന്തായാലും ഇപ്പോൾ എന്താണ്ട് ഒരു 3 മാസമായി ഈ ഒരു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ ഒരു ട്രേഡ് വാർ തുടങ്ങിയിട്ട്. ഒരു പരിധിക്ക് കൂടുതൽ ആർക്കും തന്നെ കൂടുതൽ സമ്മർദ്ദം ഇട്ടുകൊണ്ട് ഒരു നേട്ടം ഒന്നും ഉണ്ടാക്കാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് നമ്മൾ ചെയ്യുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് ഇന്ത്യക്ക് വലിയ രീതിയിൽ വലിയ ആഘാതങ്ങളൊന്നും ഉണ്ടാക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയിൽ ട്രംപ് വിചാരിച്ചതുപോലെ ഇന്ത്യ മൂക്കം കുത്തി വീഴാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അതാണ് മനസ്സിലാക്കാൻ വരുന്നത്. ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ചർച്ച നടത്തുകയാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് 4 രാജ്യങ്ങളിലേക്ക് ഓൾറെഡി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. UK ഓൾറെഡി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഒമാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. UAE ഓൾറെഡി തന്നെ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. ഇപ്പം എക്സ്ട്രാ ഫോക്കസ്ഡ് ഇൻ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, അതേപോലെ തന്നെ ആഫ്രിക്കൻ റീജിയൻ, അതിലും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യ, ഇവിടെ എല്ലാം തന്നെ നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നമ്മളുടെ ട്രേഡ് ബിസിനസ് എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് അമേരിക്കയെ. ശരിക്കും അമേരിക്ക ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരിടുന്ന ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അമേരിക്കയിലാണെങ്കിൽ നോ കിങ് എന്ന് പറഞ്ഞുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇന്നലെ, അതായത് ഞായറാഴ്ച തുടങ്ങിയ പ്രൊട്ടസ്റ്റ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ട്രംപ് ഏറ്റവും കൂടുതൽ ഒരു കീ പോയിന്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് മറ്റേ മരുന്ന് കച്ചവടത്തിന്റെ പ്രശ്നമാണ്. ഫെൻറ്റനൈൽ എന്ന് പറഞ്ഞ ആ ഒരു മരുന്ന്. ആ മരുന്നാണ് അമേരിക്കൻ യുവാക്കളെ നശിപ്പിക്കുന്നു എന്നുള്ള പേരിലാണ് ഇപ്പോൾ ട്രംപ് ഒരു കാർഡ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ മരുന്ന് കച്ചവടം, ഈ മരുന്ന് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ അവിടെ ഉണ്ട്. ഇതിലുപരിയായിട്ട് പല സ്റ്റേറ്റുകളിലും അവിടെ മറ്റേ മരിജുവാന പോലത്തെ കഞ്ചാവൊക്കെ ലൈസൻസ്ഡ് ആണ് അവിടെ. അതൊക്കെ ലീഗലി വാങ്ങിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഉള്ളിലുള്ളത്. അതിനെ ഇപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ മരുന്ന് കച്ചവടം എന്നുള്ളത് അതൊരു അനധികൃത പ്രവൃത്തി തന്നെയാണ്. അത് രാജ്യത്തിന്റെ യങ്സ്റ്റേഴ്സിന്റെ ലൈഫിനെ തുലയ്ക്കുന്ന പരിപാടി തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടില്ല. പക്ഷേ അതിന് സെക്യൂരിറ്റി മെഷേഴ്സ് ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തേണ്ടത് അമേരിക്കയാണ്. അമേരിക്ക ഇത്രമാത്രം ഒരു ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സർവൈലൻസ് മെഷർമെന്റ്സ് കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞിട്ട് അവകാശപ്പെട്ടിട്ട് എന്ത് പ്രയോജനമാണ്? യൂസ്ലെസ് അല്ലേ? അതായത് ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല, അതിന് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. ഇപ്പൊ വെനിസുലയുടെ മേളിൽ വോളണ്ടറി ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് നിക്കോളാസ് മദുറോ ഭരണം ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ഇപ്പൊ അമേരിക്ക നിർദ്ദേശം വെക്കുന്നത്. നിക്കോളാസ് ആണെന്നുണ്ടെങ്കിൽ നിലപാടൊക്കെ മാറ്റി, ഞാൻ അമേരിക്ക എന്ത് പറഞ്ഞാലും കേൾക്കാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എണ്ണ ട്രേഡ് ചെയ്യണോ, ഓയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിനും ഞാൻ സമ്മതം പറയാം എന്നുള്ള രീതിയിലൊക്കെ അമേരിക്കയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള പല തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളും പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അമേരിക്ക കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വെനിസുലയ്ക്കെതിരെയും കൊളംബിയക്കെതിരെയും ഇപ്പം ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ട്രംപ് ആണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വെനിസുലയുടെ റെജീം ചേഞ്ച് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഭരണമാറ്റം വന്നേ തീരൂ എന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ്. അവിടെ എവിടെയായിട്ട് കുറേ ആക്രമണങ്ങളും വെനിസുലയുടെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് അമേരിക്ക. ഇന്നലെ കൂടി ഒരു ബോട്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് മരുന്ന് കടത്തുന്നു എന്നുള്ളതിന്റെ പേരിൽ ഇന്നലെയും കൂടി ഒരു ബോട്ട് അടിച്ച് മുക്കിയിരിക്കുകയാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത്. വാർഷിപ്പുകളൊക്കെ അവിടെ കൊണ്ടിട്ട് വെനിസുലയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാണ്. ആ നൊബേൽ സമ്മാനം കൊടുത്തപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് അവിടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇറാനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇറാന്റെ മേളിൽ ഞങ്ങൾ നടത്തിയ ആക്രമണം അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആക്രമണമാണെന്നുള്ള രീതിയിൽ പെന്റഗന്റെ സെക്രട്ടറി ഓഫ് വാർ, അതായത് പീറ്റർ ഹെഗ്സെത്ത് ഒരു വലിയ സ്പീച്ച് കൊടുത്തിട്ടുണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇറാൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിന്. ആയത്തുള്ള അലി ഖമൈനിയുടെ ട്വിറ്റർ പേജിൽ തന്നെയാണ് അവർ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ആ റെസ്പോൺസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ നൈറ്റ്മെയർ, ഒരു സ്വപ്ന ലോകത്ത് തന്നെ ജീവിക്കുകയാണ്. ഏതോ ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയം അത് ഞങ്ങളുടെ പക്കൽ തന്നെ സേഫ് ആയിട്ടുണ്ട്, അതൊന്നും ആരും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്വപ്നം കാണുന്ന ആൾക്കാർ സ്വപ്ന ലോകത്ത് സഞ്ചരിക്കട്ടെ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആയത്തുള്ള അലി ഖമൈനി ട്വിറ്റർ പേജിൽ രേഖപ്പെടുത്തിയത്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ മുതിർന്നിരുന്ന ഇസ്രായേലിനെങ്കിലും അനുവദിക്കണമായിരുന്നു. ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോയതാണ്. ആ സമയത്ത് അമേരിക്കയാണ് ഓടി വന്ന് ഒരു ഹുക്കിട്ടങ്ങ് പിടിച്ചത്, ആ മതി യുദ്ധം നിർത്തിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ 12 ദിവസം കൊണ്ട് നിർത്തിയിട്ട് വന്നത്. ഒരു ദിവസം കൂടി ഇസ്രായേൽ ചോദിച്ചതാണ്, അതായത് ഒരു 24 hours കൂടി ടൈം വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ട്രംപ് വൈറ്റ് ഹൗസിൽ ഷോഫറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നിന്നിട്ട് പറഞ്ഞതാണ്, നെതന്യാഹുവിനെ തെറി വിളിച്ചിട്ടാണ് പുള്ളി പറഞ്ഞിട്ട് പോയത് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട്. ആ സാഹചര്യത്തിലാണ് നെതന്യാഹു പൊറുതി മുട്ടിയിട്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് ആ ഒരു യുദ്ധം അവസാനിപ്പിച്ചത്.
എന്നിട്ട് ഇപ്പം ഇറാൻ ഇത് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് യുദ്ധം നടത്തിയിട്ട് വീണ്ടും അപമാനം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വിടാത്ത രീതിയിൽ എൻ്റെ കയ്യിലാണ് കൺട്രോൾ, ഞാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ട് നടക്കുന്ന ട്രംപിന് കിട്ടുന്ന തിരിച്ചടികളാണ് ഇതൊക്കെ. അതേപോലെ ഇറാൻ്റെ ഉള്ളിൽ 2 ഫ്രാൻസ് പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ ശരിക്കും ഇപ്പം ലൈഫ് ടൈം ഇംപ്രസ്മെൻറ്റിന്, അവരെ ലൈഫ് ടൈം ഡിറ്റൻഷൻ എന്നുള്ള നിലയിലേക്ക് അവരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ സൈഡിൽ നിന്നും ഒരു പ്രഷർ വരും, അത് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഒരു പ്രഷർ ഉണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ സൈഡിൽ നിന്ന് ഇനി ഇതിൽ കൂടുതൽ പ്രഷർ താങ്ങാൻ വയ്യ. അപ്പോൾ അതൊരു ഡിപ്ലോമാറ്റിക്കലി ഒരു തീരുമാനമെടുത്ത് ഇറാൻ ഒരു ഗുഡ് മൂവ് നടത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ ഏതാണ്ട് 157 അറ്റാക്കാണ് ഗാസയ്ക്കുള്ളിൽ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നില്ല. ഇപ്പോൾ കൃത്യമായിട്ട് ഒരു യെല്ലോ ബോർഡർ ലൈൻ്റെ ഇപ്പുറത്തായിട്ട് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹമാസിനെ വീണ്ടും വാൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, വൈകിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസാം ചെയ്യണമെങ്കിൽ ഡിസാം ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുള്ള 15ഓളം മൃതശരീരങ്ങളുണ്ട്. അതും കൂടി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് മുന്നോട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതേസമയം JD വാൻസ് ഇസ്രായേലുണ്ടായിരുന്നു, സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലുണ്ടായിരുന്നു, ജെറാദ് കുഷ്ണർ ഇസ്രായേലുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി സംസാരിച്ചിട്ട് സെക്കൻഡ് ഫേസിലേക്കുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ. അതായത് ഒരു അറ്റാക്ക് ഇസ്രായേൽ സോൾജേഴ്സിന് മേളിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ തികച്ചും അങ്ങോട്ട് എയർ സ്ട്രൈക്ക് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു എൻഡ്ലെസ് പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിലൂടെ സ്റ്റീവ് വിറ്റ്കോഫ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ പല കാര്യങ്ങളും വായിച്ചെടുക്കാൻ പറ്റും. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാം. ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇസ്രായേലിന് ഈ ഒരു ഗാസയെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലസ്തീനിയൻ്റെ ലൈഫ് സ്റ്റേറ്റസ്, പാലസ്തീനിയൻ്റെ ജീവിത നിലവാരം ഉയർത്തും എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുക്കണം. പാലസ്തീനിയൻസിൻ്റെ അഥവാ ഗാസക്കാരുടെ ജീവിത നിലവാരം ഞങ്ങൾ മെച്ചപ്പെടുത്തും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തു. വേണമെങ്കിൽ ഇസ്രായേലിന് ഗാസയെയോ അതുപോലെ വെസ്റ്റ് ബാങ്കിനെയോ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇസ്രായേലിനോടൊപ്പം എന്ന് പറയാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് അമേരിക്കയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. എന്താണോ അമേരിക്ക ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അമേരിക്ക പിടിച്ചു നിർത്തുന്നുണ്ട്. ഇവിടെയും പിടിച്ചു നിർത്തുകയാണ്. അതേപോലെ തന്നെ യമനിൽ മുഹമ്മദ് അൽ ഗമാരി എന്ന് പറഞ്ഞ ആ ഒരു ജനറൽ, മിലിറ്ററി ജനറൽ, അവരുടെ ഹൂത്തികളുടെ, അയാൾ ഇസ്രായേലാണല്ലോ കൊലപ്പെടുത്തിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ്റെ ബറിയൽ സെറമണി ഇന്നലെയാണ് നടന്നത്. വലിയ സെലിബ്രേഷൻ ആയിരുന്നു. ആൾക്കാർ ഒരുപാട് അറിയാമല്ലോ, ഈ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മാസ് ക്രൗഡാണ്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തിൽ പുള്ളിയുടെ ബറിയൽ സെറമണി നടന്നു എന്നുള്ളതാണ്. അതുപോലെ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ വീണ്ടും അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബോർഡർ മേഖലയിൽ തികച്ചും കുറേ ഏരിയകളിൽ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ട്രൂപ്പുകൾ കയറി വന്നതായിട്ടും ആക്രമണം നടന്നതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അത് തികച്ചും എത്രയാണ് കാഷ്വാലിറ്റീസ് ഒന്നും പറയുന്നില്ല. ഈ ഒരു എഗ്രിമെൻറ്റ്, ഈ ഒരു പീസ് ഡീൽ സൈൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് വീണ്ടും ഖത്തറിൽ നടന്ന ആ ഒരു എഗ്രിമെൻറ്റിനെ തള്ളിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സൗദി ഇത്രയും നാളും ഉറക്കത്തിലായിരുന്നു. കാരണം പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് സൗദി അറിഞ്ഞിട്ടില്ലായിരുന്നു. പാകിസ്ഥാനുമായിട്ട് ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്ന, ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ അതുകൊണ്ട് അവർ അറിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഖത്തറിൽ സംഭവിച്ച ആ ഒരു സമാധാന കരാർ ഡീൽ, ഏത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടത്തിയ ആ ഒരു സമാധാന കരാറിനെ സൗദി വെൽക്കം ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സൗദി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇപ്പോഴെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാണിച്ച ഒരു മനസ്സ്, അതിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം പാകിസ്ഥാനിൽ അടി തുടങ്ങിയിട്ട് കുറേ നാളായി. പിന്നെ സൗദി വിചാരിച്ചിട്ടുണ്ടാവും ഇമാർക്ക് ഇത് തന്നെയാണ് പരിപാടി, ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി ഇടപെടേണ്ടെന്ന് വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നതായിരിക്കാം. എന്തായാലും സൗദി ഇപ്പം പാകിസ്ഥാൻ്റെ വിഷയത്തിലേക്ക് ഈ രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡയറക്ട്ലി സൗദി പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇറങ്ങി വരത്തില്ല, ഞങ്ങൾ ജസ്റ്റ് അമേരിക്കയും ഇസ്രായേലിനെയും ജസ്റ്റ് ഒന്ന് കൗണ്ടർ ചെയ്യാനും അവർക്കിട്ട് ചെറുതായിട്ടൊന്ന് പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഞങ്ങൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡീലിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ എന്തായാലും അമേരിക്കയുമായിട്ട് അവരുടെ ഡിഫൻസ് പാക്ട് ശരിയായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ ആവശ്യമില്ല എന്ന് സൗദി കരുതുന്നുണ്ടാവും. പിന്നെ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു ബെനിഫിറ്റ് അവർക്ക് എടുക്കേണ്ടി വന്നത്, പാകിസ്ഥാൻ ഒരുപാട് പൈസ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അവർ പറയുന്ന സ്ഥലത്ത് പോയി നിന്ന് ഒപ്പിട്ട് കൊടുക്കാനും പാവ കളിക്ക് നിന്ന് കൊടുക്കാനൊക്കെ തയ്യാറാവേണ്ട സാഹചര്യത്തിലുള്ള ഒരു രാജ്യമാണ്. അതാണ് അവരുടെ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് സൗദിക്ക് ഇതിനകത്ത് റിഗ്രറ്റും ഇല്ല, നോ റിഗ്രറ്റ്സ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ വിചാരിക്കും അവൻ വന്ന് നിന്നിട്ട് പോട്ടെ, നമ്മൾ അവൻ്റെ ആവശ്യത്തിന് നമ്മൾ പൈസ കുറേ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്, അപ്പോൾ അവൻ വന്ന് നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ കൂലിപ്പട്ടാളം, ഈ കൂലിപ്പട്ടാളത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് പാകിസ്ഥാനെ വിളിക്കാം, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഡിഫൻസ് എഗ്രിമെൻ്റ് ഉണ്ട്, സോ പാകിസ്ഥാൻ നിങ്ങൾ വന്നേ പറ്റൂ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോയേ പറ്റൂ. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശിൽ എയർപോർട്ടിൽ ഈ സ്റ്റോക്ക് ഡംപ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. വലിയ തീപിടുത്തമാണ്, നമ്മളിത് ഓൾറെഡി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തീപിടുത്തത്തിൽ കാർഗോ മൊത്തം കത്തി നശിച്ചിരിക്കുകയാണ്. എല്ലാം തന്നെ തുണിത്തരങ്ങളാണ്. അതായത് ഡിസംബറിലേക്ക് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും പല സ്ഥലങ്ങൾക്കും കയറ്റി അയക്കേണ്ടിരുന്ന സ്റ്റോക്കാണ് കത്തി നശിച്ചത്.
ഇത് ഏതാണ്ട് 1 ബില്യൺ ലോസ് ഉണ്ടെന്നാണ് കണക്കെടുപ്പിൽ പറയുന്നത്. 1 ബില്യൺ ലോസ്. ഇതിനകത്ത് മൊത്തത്തിൽ പറയുമ്പോൾ ഇത് മൾട്ടിപ്പിൾ ടൈമാണ് ഈ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇത് അപകടമാണോ എന്ന് തന്നെ ബംഗ്ലാദേശിന് ഡൗട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ഗാർമെന്റ് കമ്പനികളൊക്കെ അടച്ചുപൂട്ടിപ്പോയി. തുച്ഛമായ ചില കമ്പനികളാണ് അവിടെ നിലനിൽക്കുന്നത്. അതും തന്നെ ഇപ്പം ഏതാണ്ട് ഈ ഒരു ഡിസംബറോട് കൂടി അടച്ചുപൂട്ടുന്ന അവസ്ഥയിലാണ്. അതിൽപ്പെട്ട കുറേ സ്റ്റോക്കുകളാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡിസംബറിലേക്ക് കൊടുക്കേണ്ട ഓർഡറുകളൊക്കെ വീണ്ടും അത് ഇനി ഉൽപ്പാദിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ഓർഡർ കിട്ടിയാൽ ആ ഓർഡർ അയച്ചു കൊടുക്കണമല്ലോ. ഇവിടെ എയർപോർട്ടിൽ കത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അപകടമുണ്ടായി എന്നുള്ളത് ബയ്യറിനെ ധരിപ്പിച്ചാൽ തന്നെയും അവർ വേണമെങ്കിൽ കുറച്ച് ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, അല്ലാതെ ഐറ്റം വേണ്ടാന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഉൽപ്പാദിപ്പിച്ച് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. അത് വലിയ രീതിയിൽ ഈ ഫാക്ടറികൾക്ക് നഷ്ടമുണ്ടാക്കുന്ന പരിപാടിയാണ്. മാസീവായിട്ടുള്ള ഒരു ഫയർ ആക്സിഡൻ്റ് ആണ് അവിടെ സംഭവിച്ചത്. അതുപോലെ ഉക്രൈനിലെ സെലൻസ്കി ഫെബ്രുവരി 2026 വരെ പുള്ളിക്കാരൻ്റെ ആ ഒരു പൊസിഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ മാർഷ്യൽ ലോ, മിലിറ്ററി റൂളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം പോയിട്ട് കുറേ കാലമായി. വീണ്ടും ഇലക്ഷൻ നടത്താനാണെങ്കിൽ സെലൻസ്കി തയ്യാറല്ല. ഇതിൽ ആ സാഹചര്യത്തിൽ സെലൻസ്കി ഫെബ്രുവരി 2026 വരെ പുള്ളിക്കാരൻ്റെ ഈ ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു സ്ഥാനം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ അവർ ഈ ഹംഗറിയിൽ വെച്ചിട്ട് പുടിനും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ അവർക്ക് സമ്മതമല്ല എന്നാണ് പറയുന്നത്. അവർ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള കാജ കല്ലാസ് അവർ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഒരിക്കലും യൂറോപ്പിന് സാധ്യമാകാത്ത കാര്യം തന്നെയാണ്. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും റഷ്യൻ പ്രസിഡന്റ് വരാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഈ നിലപാടിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ജോൺ എഫ് കെന്നഡിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്. ജോൺ എഫ് കെന്നഡി അറിയാമല്ലോ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാനലിൽ നിന്ന് മത്സരിച്ച് പ്രസിഡന്റായ വ്യക്തിയാണ്. പുള്ളിക്ക് കുറേ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ ഡെല്ലസിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ഡെല്ലസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നഗരത്തിൽ ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2 വെടിയുണ്ടകൾ പുള്ളിയുടെ മേളിലേക്ക് പാഞ്ഞെടുക്കുന്നതും അത് പുള്ളിയുടെ ജീവൻ എടുക്കുന്നതും. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ ഇടുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. കാരണം അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് പുറത്തുവിട്ടത് അമേരിക്ക, അതിനകത്തൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. പക്ഷേ അതിന് വേറെയും ചില സോഴ്സുകളുണ്ട്. ആ സോഴ്സുകളിൽ നിന്ന് ചില ഇൻഫർമേഷൻസ് പുറത്തു വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലവിൽ ട്രംപും പുടിനും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നാടകങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നും കൂടി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ആ ചാനലിൽ സംസാരിക്കാം. അതുപോലെ തന്നെ സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം തന്നെ, സ്പെയിനെ ചുറ്റിപ്പറ്റി ചില അജ്ഞാത ഡ്രോണുകൾ ഇപ്പം പറക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൺസേൺ സ്പെയിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്പെയിനെതിരെ അമേരിക്ക സ്പെസിഫിക് ആയിട്ട് ചില നടപടികൾ കൊണ്ടുവരാനും ചില താരിഫ് നാടകങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലിനെതിരെ പാലസ്തീനിയനെ സപ്പോർട്ട് ചെയ്ത് സ്പെയിൻ എടുത്ത തീരുമാനം. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത പല രാജ്യങ്ങളിലും ഒന്ന് സൗത്ത് ആഫ്രിക്ക അതേപോലെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ സ്പെയിനെതിരെ ഇപ്പം നടപടിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക. ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ ശക്തമായി ഒരുമിച്ച് പൊരുതുമെന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനിലെ ഉർസല വൺ ഡർ ലൈൻ പറഞ്ഞിരിക്കുന്നത്, യൂറോപ്യൻ യൂണിയൻ ഇസ് നോട്ട് അബൌട്ട് വൺ കൺട്രി. ഏതൊരു രാജ്യത്തിന് പ്രശ്നം വന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ നല്ല തീരുമാനം. എന്തായാലും അവർ ട്രംപിനെ എതിർത്ത് നിൽക്കട്ടെ. ഇപ്പം ഇന്ത്യയൊക്കെ 3-4 മാസം കൊണ്ട് ഇപ്പം ഒപ്പോസ് ചെയ്ത് നിൽക്കുകയല്ലേ. ഇന്ത്യ അങ്ങ് തറപറ്റിപ്പോയോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ യൂറോപ്യൻ യൂണിയനും സർവൈവ് ചെയ്ത് വരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയനെ ട്രംപ് ചൈനയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരുപാട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ജർമ്മനി ഒരു ഫാക്ച്വൽ ഡേറ്റ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഫാക്ച്വൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പം ജർമ്മനിയിലെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജാണ് ജർമ്മനി ഗവൺമെന്റിന്. കാരണം അമേരിക്ക പറയുന്നു പറഞ്ഞിട്ട് പൊളിറ്റിക്കലി ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജർമ്മനി വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ചൈനയുമായിട്ട് നടത്തുന്ന ട്രേഡ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 165 ബില്യൺ യൂറോ വർത്ത് വരുന്ന ട്രേഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്നും ജർമ്മനി, 165 ബില്യൺ. പക്ഷേ അതേസമയം ചൈന ജർമ്മനിയിൽ നിന്നും 82 ബില്യൺ യൂറോ വർത്ത് വരുന്ന ട്രേഡ് മാത്രമേ ചൈന ഇറക്കുമതി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വളരെ വലുതാണ്. ജർമ്മനിക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡെഫിസിറ്റ് ഉള്ളത്. ഏതാണ്ട് 142% ഡെഫിസിറ്റ് ഉണ്ടെന്നാണ് രേഖപ്പെടുത്തുന്നത്. ഇത് $, ഏതാണ്ട് $17 ബില്യൺ വരും ഈ ചൈനയും ജർമ്മനിയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ്. അപ്പോൾ അവിടെയും ചൈനയ്ക്കാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നിങ്ങൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയോ ചൈനയുമായിട്ട് അമേരിക്കയുടെ വാക്കും കേട്ട് ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം നിർത്തുകയോ സാങ്ഷൻ കൊണ്ടുവരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ഒരു ഇമ്പാക്റ്റ്, അതായത് ചൈനയിൽ നിന്നും ജർമ്മനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില അത്യാവശ്യ സാധനങ്ങൾ തടസ്സപ്പെടും. അത് ജനജീവിതത്തെ ബാധിക്കും. പിന്നെ ആ സാധനങ്ങൾ ആ ഒരു പ്രൈസ് ലെവലിൽ വേറെ എവിടെയും കിട്ടാനുമില്ല. ഇതാണ് സാഹചര്യം. ഈ ഒരു അലേർട്ട്, ഈ ഒരു മുന്നറിയിപ്പ് ജർമ്മനി ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് ജർമ്മനിയുടെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ്.
അത് ക്ലിയർ സൈനാണ്. ചൈനയുമായിട്ടെന്നല്ല, ഇന്ത്യയുമായിട്ടെന്നല്ല, ഒരു രാജ്യങ്ങളുമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മിനിഞ്ഞാന്ന് തന്നെ ഋഷി സുനക് ഒരു കോൺഫറൻസിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഒരു കോൺക്ലേവിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ചോദ്യം വളരെ വ്യക്തമാണ്, നിങ്ങളിപ്പോൾ പൊസിഷനിൽ ഇല്ല, എവിടെ, UK-യിൽ. എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടുകളെക്കുറിച്ച് വളരെ ഫ്രീ ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വളരെ വിശദമായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പുള്ളി കൊടുക്കുന്നുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ ഇന്ത്യയുടെ മൾട്ടിപോളർ ഡിപ്ലോമസി അത് പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ത്യ. ഒരു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ പല രാജ്യങ്ങളുമായിട്ടും ചേർന്ന് ബിസിനസ് നടത്താൻ ഡിപ്ലോമാറ്റിക്കലി തന്നെ ശ്രമിക്കുന്ന ഒരു ഫെന്റാസ്റ്റിക് മൾട്ടിപോളർ ഡിപ്ലോമസിക്ക് ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞു വെച്ചത്. അതായത് ഈ കോവിഡിന് മുമ്പ് ഇരുന്ന ഒരു സെനാറിയോ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല, അതിനുവേണ്ടി രാജ്യങ്ങൾ ശ്രമിക്കേണ്ട എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. അതായത് ഈ ന്യൂ നോർമൽ, മൾട്ടിപോളാരിറ്റി, ന്യൂ വേൾഡ് ഓർഡർ അതായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന് എന്താണ് താല്പര്യം അതനുസരിച്ചുള്ള കച്ചവടങ്ങളിലേക്ക് മുന്നോട്ട് പോകും. എല്ലാം തന്നെ ട്രേഡ് ഓറിയന്റഡ് ആയിരിക്കും എന്നാണ് മനസ്സിലായല്ലോ. അപ്പോൾ അതായത് അമേരിക്ക എന്നല്ല, ആർക്കും തന്നെ ഒരു രാജ്യത്തിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. ഇത് യുകെയിലെ മുൻ പ്രൈം മിനിസ്റ്ററാണ്, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഋഷി സുനക്. പുള്ളിക്കാരനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കുറേ വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെന്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.